പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രണത്തിൽ പങ്കുണ്ടെന്ന് പരസ്യമായി സമ്മതിച്ച് പാകിസ്ഥാൻ തന്ത്രപരമായ മിടുക്ക് എന്നാണ് ഭാരതത്തിനെതിരായ ഭീകരാക്രമണത്തെ സ്വയം വിശേഷിപ്പിച്ചത്. എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദാണ് പാകിസ്ഥാൻ്റെ പങ്ക് ഏറ്റുപറഞ്ഞത്. 40 അർദ്ധ സൈനികരുടെ ജീവനെടുത്ത ആക്രമണത്തിൽ പങ്കില്ലെന്നായിരുന്നു പാകിസ്ഥാൻ ഇത്രയും കാലം പറഞ്ഞു നടന്നിരുന്നത്. Airspace, Pakistan's land, Pakistan's ADIZ and territorial waters, there's no compromise. There's no compromise. Pakistan's people, when they are threatened, their loss of life, loss of material, it cannot go unnoticed, cannot go like that. We owe it to our nation. And the pride and the trust the Pakistani nation has on our armed forces, we have always upheld it at all cost. At all cost. We did try to tell them with our tactical brilliance in Pulwama. Now we showed them our operational prowess and strategic guile and guide, and I think they should take heed. This is the best we can. ജമ്മുവിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രദീപ് പിള്ള ചേരുന്നു. പ്രദീപ് പിള്ള, കള്ളങ്ങൾ ഓരോന്നായി പൊളിഞ്ഞ് വീഴുകയാണ്. നോക്കൂ, അന്ന് ജമ്മു ആൻഡ് കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിൻ്റെ പ്രസ്താവന ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ അഴിച്ചു വിട്ടിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ചില തന്ത്രമാണ് പുൽവാമ പോലുള്ള സ്ഥലങ്ങളിൽ സൈനികരെ കൊലപ്പെടുത്തിയത്. അത് നേതൃത്വം നൽകിയത് കേന്ദ്ര സർക്കാരാണ്. നരേന്ദ്രമോദി അറിഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ കൂട്ടക്കൊല നടത്തിയത് തുടങ്ങിയ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ട് കോൺഗ്രസ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത്. ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്തും പറഞ്ഞതിനിപ്പോൾ ബീഹാറിലൊക്കെ തിരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പുൽഗാമും പഹൽഗാമും ഒക്കെ കേന്ദ്ര സർക്കാർ തന്നെ സംഘടിപ്പിക്കുന്ന ഭീകരാക്രമണങ്ങളാണ് എന്ന രീതിയിലായിരുന്നു പ്രചരണം അഴിച്ചുവിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ ഈ വർഷങ്ങൾക്ക് ശേഷം പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രണത്തിൽ പങ്കുണ്ട് എന്ന് പാകിസ്ഥാൻ തന്നെ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. തന്ത്രപരമായ മിടുക്ക് എന്നാണ് ഈ ഭീകരാക്രമണത്തെ പാകിസ്ഥാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയോ രാഷ്ട്രീയ നേതാവോ അല്ല പറഞ്ഞിരിക്കുന്നത്. എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദാണ് പാകിസ്ഥാൻ്റെ പങ്ക് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രദീപുള്ള വിശദാംശങ്ങൾ. നമ്പ്യാർ, 3 സേനാ വിഭാഗങ്ങളുടെയും വക്താക്കളാണ് ഈ മാധ്യമ സമ്മേളനം നടത്തിയത്, അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ ഇപ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ PR-ന്റെ ഹെഡാണ്, ഡയറക്ടർ ജനറൽ പബ്ലിക് റിലേഷൻസ് ആണ് എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദ്. ഒപ്പമുണ്ടായിരുന്നത് കരസേനയുടെയും നാവികസേനയുടെയും വക്താക്കളായ ഓഫീസർമാരാണ് ഒപ്പമുണ്ടായിരുന്നത്. കടുത്ത സമ്മർദ്ദത്തിലാണ് പാകിസ്ഥാൻ. അതായത് എല്ലാ മേഖലയിലും നയതന്ത്രപരമായി രാജ്യാന്തര തലത്തിൽ സൈനികമായി കനത്ത തിരിച്ചടി നേരിട്ടിട്ടുള്ള സമ്മർദ്ദം അനുഭവിക്കുന്നതിനിടയിലാണ് നാടക്കേടിൽ നിന്ന് സ്വന്തം നാട്ടിൽ സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ സ്വന്തം പാർലമെന്റ് നാഷണൽ അസംബ്ലിയിൽ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം പാകിസ്ഥാൻ സർക്കാരും സൈനിക നേതൃത്വവും ഒറ്റപ്പെട്ടിരിക്കുകയാണ്, നാണം കെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ്. കാരണം ഒന്ന്, പെഹൽഗാമിൽ നടന്ന ഭീകരവാദ ആക്രമണത്തിന് ശേഷം ഭാരതം നൽകിയ തിരിച്ചടി എണ്ണിക്കൊണ്ട് 9 ഭീകര താവളങ്ങൾ ചുട്ടെരിക്കുന്നു. അടുത്ത ദിവസം കൃത്യമായി പവർ പോയിന്റ് പ്രസന്റേഷനോടുകൂടി വീഡിയോ സഹിതം വിശദാംശങ്ങളോടുകൂടി ഏതൊക്കെ കേന്ദ്രങ്ങളാണ്, എന്തൊക്കെയാണ് ടാർഗറ്റ് ചെയ്തത്, എന്തിനാണ് അവ ടാർഗറ്റ് ചെയ്തത്, എന്തിനാണ് അതിനെ നശിപ്പിച്ചത് എന്ന് അക്കമിട്ട് നിരത്തുന്നു കാര്യകാരണ സഹിതം. അതിനുശേഷം വീണ്ടും ഭാരതം സംയമനം പാലിക്കുന്നു. ഭാരതം ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഇവിടെ പൊലിഞ്ഞ ജീവനുകൾക്ക് വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, ആഡിക്വേറ്റ് ആയിട്ട്, റെസ്പോൺസിബിൾ ആയിട്ട്, അതിന് ആനുപാതികമായി അതിന് കൊടുക്കേണ്ട അതേ കരുത്തോടു കൂടി, അതേസമയം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി. നമ്മൾ ഓർക്കേണ്ടത് സൈനിക കേന്ദ്രങ്ങളോ ജനവാസ മേഖലകളോ സിവിൽ ഇൻസ്റ്റലേഷൻസോ പ്രതിരോധത്തിന്റെ ഒരു കേന്ദ്രമോ ഭാരതത്തിന്റെ ഈ മിസൈലുകൾ ലക്ഷ്യം വച്ചില്ല. ലക്ഷ്യം വച്ചത് നിരന്തരം ഭാരതത്തെയും ഭാരതീയരെയും വേട്ടയാടുന്ന, ഭാരതത്തിനുള്ളിലേക്ക് കടന്നു കയറി ജീവൻ എടുക്കുന്ന, ഇവിടെ നാശം വിതയ്ക്കുന്ന ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ടു, നശിപ്പിച്ചു, ചുട്ടരിച്ചു.
നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നമ്മൾ എണ്ണി പറഞ്ഞതാണ്. ഇനി അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സാക്ഷാൽ അസർ മസൂദ് തന്നെ വ്യക്തമാക്കിയാണ് തന്റെ കുടുംബാംഗങ്ങളെ അടക്കം നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം. അതിനുശേഷം പാകിസ്ഥാൻ അടങ്ങിയിരിക്കും അല്ലെങ്കിൽ അടങ്ങിയിരിക്കണം എന്നുള്ള സൂചന നൽകിയിരുന്നു. അപ്പോഴും ചൈന പോലും ഇടപെട്ടില്ല, പാകിസ്ഥാന് വേണ്ടി സംസാരിച്ചില്ല. പക്ഷെ ഈ നാണക്കേടിൽ നിന്ന് രക്ഷ നേടാൻ പാകിസ്ഥാൻ വീണ്ടും ഭീരുക്കളെ പോലെ പെരുമാറുകയായിരുന്നു. പാകിസ്ഥാൻ ഇരുട്ടിന്റെ മറവിൽ ജനവാസ മേഖലകളെയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ലക്ഷ്യം വെച്ചു. പാകിസ്ഥാൻ സിവിൽ വിമാനങ്ങൾ കവചങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ആക്രമണം നടത്താൻ ശ്രമിച്ചു. ഇതിനൊക്കെ ഒടുവിൽ ഭാരതം ഇപ്പോൾ ഈ തരത്തിൽ ഷെല്ലിങ്ങും ആക്രമണവും നടത്തുകയാണെങ്കിൽ അതിന് യോജിച്ച തിരിച്ചടി, യോജിച്ച മറുപടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം 3 സേനാ വിഭാഗങ്ങൾക്കും ഭാരത സർക്കാർ, പ്രധാനമന്ത്രി, രാജ്യരക്ഷാ മന്ത്രി അടങ്ങുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സ് അടക്കം നൽകി. അതിനുശേഷം നടന്നതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം കാണാൻ പാകിസ്ഥാന്റെ 11 നിർണായക തന്ത്രപ്രധാന വ്യോമ കേന്ദ്രങ്ങൾ, വ്യോമ താവളങ്ങൾ അടക്കം ഭാരതം നിഷ്പ്രഭമാക്കി. പ്രവർത്തിക്കാനാവാത്ത വിധം റൺവേ അടക്കം തകർത്തെറിഞ്ഞിരിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 90 മിനിറ്റ് നീണ്ട ഓപ്പറേഷനോടുകൂടി ഭാരതത്തിന്റെ ബ്രഹ്മോസ് മിസൈലുകൾ തകർത്തത് പാകിസ്ഥാന്റെ എയർഫോഴ്സ് കേപ്പബിലിറ്റിയാണ്. പാകിസ്ഥാൻ എന്നും വീരസ്യം കൊണ്ടിരുന്നത് പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്ന് കൈവശപ്പെടുത്തിയ F സീരീസിലുള്ള വിമാനങ്ങൾ അടക്കം മതി തങ്ങൾക്ക് മേൽക്കോയ്മ കിട്ടാനെന്നാണ്. ഇപ്പോൾ ഭാരതം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന് പ്രതിരോധിക്കാനുള്ള സംവിധാനവും ആക്രമണം തുടങ്ങാനുള്ള സംവിധാനവും ആക്രമണത്തിന്റെ മുനയൊടിച്ചുകൊണ്ടുള്ള അതിശക്തമായ ആക്രമണമാണ് ഭാരതം അഴിച്ചുവിട്ടത്. അങ്ങനെ എണീറ്റ് നിൽക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഇന്ന് പാകിസ്ഥാന്റെ പ്രതിരോധം, പ്രത്യേകിച്ച് വ്യോമ ആക്രമണ പ്രതിരോധ അവരുടെ കരുത്ത്. ഈ പശ്ചാത്തലത്തിൽ സഹികെട്ടാണ് എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദിന്റെ വായിൽ നിന്ന് ഈ സത്യം പുറത്തു ചാടിയത്. അദ്ദേഹം അത് വീരസ്യമായും വീരവാദമായുമായി പറഞ്ഞത് ഞങ്ങളുടെ ടാക്ടിക്കൽ ബ്രില്യൻസ് പുൽവാമയിൽ കാണിച്ചു കൊടുത്തതാണ്. പാകിസ്ഥാന്റെ കരയിലോ പാകിസ്ഥാന്റെ ആകാശത്തോ പാകിസ്ഥാന്റെ ജലത്തിലോ കടന്നു കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളോട് ഉത്തരവാദിത്വപ്പെടാൻ നിറവേറ്റിയിരിക്കും. ഇപ്പോഴത്തെ ഞങ്ങളുടെ നടപടിയും അത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഭാരതത്തിന് എന്നാണ് ഇദ്ദേഹം വീരവാദം പറഞ്ഞത്. ഒപ്പം ഇരുന്നത് ആരൊക്കെയാണ്? സൈന്യത്തിന്റെ വക്താവ്, അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് അറിയണ്ടേ? ഒപ്പം ഇരുന്ന ആള്, അദ്ദേഹത്തിന്റെ പേരാണ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി. അദ്ദേഹം ഇന്റർ സർവീസസ് PR-ന്റെ ഡയറക്ടർ ജനറൽ ആണ്. ഇദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി അറിയാത്തവരും അദ്ദേഹത്തിന്റെ പിതാവിനെ അറിയും. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് സുൽത്താൻ ബഷീറുദ്ദീൻ മെഹമ്മൂദ്. സുൽത്താൻ ബഷീറുദ്ദീൻ മുഹമ്മദ് ആണവ ശാസ്ത്രജ്ഞനാണ് പാകിസ്ഥാനിലെ. അദ്ദേഹമാണ് അൽ ഖൈദ തലവനായിരുന്ന ഒസാമ ബിൻ ലാദനെ കണ്ടിട്ട് ആണവായുധങ്ങളും ആണവ സാങ്കേതിക വിദ്യയും ഭീകരർക്ക് കൈമാറാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ പേര് UN സെക്യൂരിറ്റി കൗൺസിലുണ്ട്. ഏത് വിധത്തിലാണെന്നല്ലേ? അൽ ഖായിദയുടെ ഉപരോധ കമ്മിറ്റി പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട് ഈ ലഫ്റ്റനന്റ് ജനറലിന്റെ പിതാവിന്റെ പേര്. അപ്പോൾ പാകിസ്ഥാന്റെ ഒരു പാരമ്പര്യം, പാകിസ്ഥാന്റെ ഒരു ചരിത്രം, പാകിസ്ഥാൻ ഏതൊക്കെ രീതിയിലാണ് ഭീകരതയെ ഉപയോഗിച്ചിട്ട് അവരുടെ വിഷമം, അവരുടെ അടങ്ങാനാവാത്ത വെറുപ്പും രോഷവും തീർക്കുന്നതിനുള്ള ഉദാഹരണമാണ് തൊട്ടടുത്ത് നാവിക വക്താവിനോടൊപ്പം ഈ ലഫ്റ്റനന്റ് ജനറൽ ചൗധരി ഇരുന്നു കൊണ്ടത്. ഇനി ഇതിലേക്ക് വന്നാൽ 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത ഭീരുത്വം നിറഞ്ഞ ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനാണെന്നും പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദാണ് ഇതിന്റെ ഉത്തരവാദിത്വം വന്ന് പരസ്യമായി ഏറ്റെടുത്തിരുന്നു. ആദിൽ അഹമ്മദ് ദാർ എന്നുള്ള ഈ ഭീകരനും ജെയ്ഷെ മുഹമ്മദുമായിട്ടുമുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ ഭാരതം സമർപ്പിച്ചപ്പോഴും പാകിസ്ഥാൻ നിഷേധിച്ചുകൊണ്ടേയിരുന്നു, തുടർച്ചയായി നിഷേധിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും ഇന്നത് പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാൻ പുൽവാമയ്ക്ക് ഭാരതം തിരിച്ചടി കൊടുത്തപ്പോൾ, സ്ട്രാറ്റജിക് സ്ട്രൈക്ക് നടത്തിയപ്പോൾ, സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ പോലും പാകിസ്ഥാൻ പറഞ്ഞു ഇല്ല. പാകിസ്ഥാൻ അന്നത്തെ പ്രധാനമന്ത്രി, ഇന്നൊളിവിൽ കഴിയുന്ന, ഇന്ന് ജീവൻ എടുക്കുമെന്ന് പേടിക്കുന്ന ഇമ്രാൻഖാൻ
ഇമ്രാൻഖാനും ഓർക്കണം. ചരിത്രം അങ്ങനെ വല്ലാതെ അങ്ങനെ ആവർത്തിച്ചു വരികയാണ്. ഏതൊക്കെ ഭീകരരെയാണോ അദ്ദേഹം പ്രതിരോധിച്ചത്, ഏതൊക്കെ ഭീകരർക്ക് വേണ്ടിയാണോ അദ്ദേഹം നിന്നത്, ഇന്ന് ആ ഭീകരർ നിയന്ത്രിക്കുന്ന, ആ ഭീകരരുടെ ആശയ്ക്കൊത്ത് തുള്ളിച്ചാടുന്ന അതേ സർക്കാർ ഇന്ന് ഇമ്രാൻഖാന്റെ ജീവൻ എടുക്കുമെന്നുള്ള ഭീതിയിലാണ് ഇമ്രാന്റെ ആരാധകർ, ഇമ്രാന്റെ അണികൾ പ്രതിഷേധം നടത്തുന്നത്. എന്തായാലും തുടർച്ചയായി അന്ന് നിഷേധിച്ചെന്ന പാകിസ്ഥാൻ നിഷേധിച്ചെന്ന സത്യം മറ്റാരുമല്ല വിളിച്ചു പറഞ്ഞത്, ഒരു രാഷ്ട്രീയ നേതാവല്ല വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, എയർ വൈസ് മാർഷൽ പദവിയിലുള്ള ഒരു ഓഫീസറാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. പുൽവാമയിലൂടെ ഞങ്ങൾ കാണിച്ചത് ഞങ്ങളുടെ തന്ത്രപരമായ മിടുക്കാണെന്നാണ്. വെളിവായിരിക്കുകയാണ് അനിൽ നമ്പ്യാർ, പുറത്തു വന്നിരിക്കുകയാണ് മറ നീക്കി പൂർണ്ണമായി ആഗോള മാധ്യമങ്ങൾക്ക് മുന്നിൽ.